നമസ്തേയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഫോൾ എന്ന ഹ്രസ്വ ചിത്രത്തിൻ്റെ നായകൻ ജിജു നായരാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം. ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഹ്രസ്വ ചിത്രമാണിത്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തീമുമൊക്കെയായാണ് ഈ ഒരു ഹ്രസ്വ ചിത്രം എത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിൽ ഒരു തീം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്താണ്? ഈ ഷോർട്ട് ഫിലിം എടുക്കാനുള്ള ഒരു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹിന്ദ് ഫോർ ഫീച്ചറിങ് അസ്. ഈ ഫോൾ, ഞങ്ങളുടെ ചിത്രത്തിൻ്റെ പേര് ഫോൾ എന്നാണ്. ഫോൾ എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് മൂവീസ് ചെറിയൊരു ഡ്യൂറേഷനിൽ പല കാര്യങ്ങളും പറയാൻ കഴിയും. പക്ഷേ അതോടൊപ്പം തന്നെ പ്രേക്ഷകന് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയും. ഒരു കംപ്ലീറ്റ് ക്ലോഷർ കൊടുക്കാതെ തന്നെ പ്രേക്ഷകൻ്റെ ഒരു അഭിരുചിക്ക് അനുസരിച്ച് വിട്ടുകൊടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഒരു വൺ ഓഫ് ദ റീസൺസ് നമ്മുടെ ഷോർട്ട് ഫിലിം ഔട്ട്ഫിറ്റ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം. പിന്നെ പാഷനുണ്ട്. വി ഹാവ് ഇനഫ് പാഷൻ ടു മേക്ക് എ ഷോർട്ട് മൂവി. പിന്നെ വേറൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഷോർട്ട് മൂവീസിന് കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഷോർട്ട് മൂവി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു സിനിമ എന്നൊരു ഭ്രമമുണ്ട്. അപ്പം ഷോർട്ട് മൂവി ഈസ് എ വെരി ഈസി വേ ടു ഡു എ മൂവി, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ആസ് ഇറ്റ് എൻഡഡ് അപ്പ് വി സ്പെൻഡ് ദ സെയിം എമൗണ്ട് ഓഫ് എഫേർട്ട്. നമ്മളൊരു ലോങ് മൂവി, ഫീച്ചർ മൂവി ചെയ്യുന്ന അത്ര എഫേർട്ട് തന്നെ എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊക്കെയാണ് നമ്മുടെ പ്രചോദനങ്ങൾ. അതുപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഫോൾ എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രം. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇതിനോടകം തന്നെ ഏതാണ്ട് 50ഓളം അവാർഡുകളാണ് ഫോൾസിനെ തേടി എത്തിയിരിക്കുന്നത്. ഈ ഒരു സിനിമ ഹ്രസ്വ ചിത്രം എടുക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഇത്തരത്തിൽ ഒരു അവാർഡൊക്കെ അതിന് വന്നു ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു? തീർച്ചയായും ഇല്ല. ഞങ്ങളുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും, അതിൻ്റെ പേര് വിജിൽ ബോസ് എന്നാണ്, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, വളരെ പാഷനേറ്റ് ആണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരു 50 ഫിലിം ഫെസ്റ്റിവലിൽ സബ്മിറ്റ് ചെയ്തു. ആദ്യത്തെ നോമിനേഷൻ വന്നപ്പോഴത്തേക്ക് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പ്രചരിപ്പിച്ചു നമ്മുടെ സിനിമയ്ക്ക് നോമിനേഷൻ കിട്ടി. ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലായിരുന്നു. പെട്ടെന്ന് തന്നെ വിത്തിൻ ഫ്യൂ വീക്സ് തന്നെ നമുക്ക് നോമിനേഷനൊക്കെ അവാർഡുകളായിട്ട് മാറുകയും ചെയ്തു. ബെസ്റ്റ് ഫോട്ടോഗ്രാഫി, ബെസ്റ്റ് ക്രൈം ത്രില്ലർ, ആക്ടർ, ആക്ട്രസ്, സപ്പോർട്ടിംഗ് ആക്ട്രസ്, സപ്പോർട്ടിംഗ് ആക്ടർ, മാത്രമല്ല CGI, ഇങ്ങനെയുള്ള പല അവാർഡുകളും നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുപോലെ അവാർഡുകൾ കിട്ടുമെന്നുള്ളത്. കിട്ടിക്കഴിഞ്ഞപ്പോഴത്തെ ഒരു സന്തോഷം ഒരുപാടുണ്ടായി. മാത്രമല്ല ഇതുപോലെ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുന്ന ടീംസിന് ഉണ്ടാക്കുന്ന ഔട്ട്ഫിറ്റുകൾക്ക് ഇതൊരു പ്രചോദനമായിരിക്കുമെന്നും മനസ്സിലായി. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെയും സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി കേരളത്തിലെ 1-2 ഫിലിം ഫെസ്റ്റിവലിൽ കൂടി അവതരിപ്പിക്കണം. അവിടെയും എന്തെങ്കിലും നമുക്ക് റെക്കഗ്നിഷൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും കൂടെയുണ്ട്. തീർച്ചയായും നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് അവാർഡുകളൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ അത് വലിയൊരു സർപ്രൈസിങ്ങും അതിലുപരി വലിയൊരു ആഹ്ലാദവും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഫോൾസിൻ്റെ ഒരു പ്രൊമോ കണ്ട് തിരിച്ചു വരാം. ഷുവർ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തീമാണ് ഫോൾസിലുള്ളത്. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ സൈനികർ അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മെൻ്റലി ഉള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളും, അത് സാങ്കല്പികമാണോ അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ളതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു തീമാണ് ഈ ഫോൾസിലുള്ളത്. അതിനെക്കുറിച്ച് എന്താണ്? അതാണ് ഒരു പ്രചോദനം, അതുകൂടിയാണ്. അതായത് അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതായത് മലയാളികൾ ഇവിടുന്ന് 10-20 വർഷം മുമ്പ് നാട്ടിൽ നിന്ന് പോയി അമേരിക്കയിൽ മലയാളികളായിട്ട് ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ അമേരിക്കക്കാരും കൂടെയാണ്. ആ പർട്ടിക്കുലർ സൈഡ് നമ്മളധികം പുറത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ സിനിമയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം അമേരിക്കൻ ആൾക്കാരുടെ അടുത്ത് പറയുന്നതായിട്ടാണ്
മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും അമേരിക്കയുടെ ഒരു ഭാഗമാണ് എന്ന് കരുതാൻ വേണ്ടിയുള്ളൊരു ഷോർട്ട് മൂവിയും കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു തീമായിട്ട് തോന്നിയത് അമേരിക്കൻ സോൾജേഴ്സിൻ്റെ കഥകൾ പറയുന്ന ഒരു തീമായിട്ടാണ് തോന്നിയത്. അതായത് വാഷിങ്ടൺ ഡി സിയിൽ, ഞങ്ങൾ താമസിക്കുന്ന വാഷിങ്ടൺ ഡി സിയിൽ ഒരുപാട് പട്ടാളക്കാർ ഡിപ്ലോയ്മെൻറ്റ് ഇറാഖിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലോ പോയിട്ട് തിരിച്ചു വരുന്ന സംഭവങ്ങളുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് അവരുടെ മാനസിക സംഘർഷങ്ങൾ ഒട്ടനവധിയുണ്ട്. അതായത് വന്നതിന് ശേഷം അവർക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ അവർക്ക് കിട്ടാറില്ല മുഴുവൻ. അപ്പോൾ അവരെന്താ ഉണ്ടാകുമെന്ന് വെച്ചാൽ ചെറിയ ജോലികളിൽ കയറുകയും അതോടൊപ്പം തന്നെ ഈ മാനസിക സംഘർഷങ്ങൾ അവർ വേറൊരു രീതിയിലേക്ക് തള്ളി വിടുകയും ചെയ്യുന്നുണ്ട്. അത് വയലൻസ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുടുംബാന്തരീക്ഷത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറാം. അപ്പം അങ്ങനെയുള്ളൊരു വളരെ പെർട്ടിക്കുലറായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അമേരിക്കൻ തീമിനെ നമ്മളെടുത്ത് കാണിക്കേണ്ട ഒരു ആവശ്യം വന്നു. അവരുടെ ആ ആവശ്യം, അവരുടെ ആ പ്രശ്നങ്ങൾ മെയിൻ സ്ട്രീമിലേക്ക് കാണിക്കാനുള്ള ഒരു ഉദ്ദേശം കൂടെയായിരുന്നു ഈ ഫോളിൻ്റെ തീം. അതിൽ കുറച്ച് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ സിനിമ കാണുകയാണെങ്കിൽ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് CGI ഗ്രാഫിക്സ് ഉപയോഗിച്ച് കാണിക്കുന്നുണ്ട്. ചിലത് പിന്നെ വളരെ നാച്ചുറലായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, ഓർഗാനിക്കായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അത് ഒരു മറ്റുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകുമെന്നും അതിലേക്കുള്ള ആ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ അറ്റൻഷൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. തീർച്ചയായും ഒരു ഹ്രസ്വചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര വലിയൊരു പ്രതീക്ഷകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും അത്ര വലിയൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. ഫോൾ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു മുഴുനീള ചിത്രത്തിൻ്റെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത് എന്നുള്ള അതിൻ്റെ ഒരു പ്രൊമോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഒരു മുഴുനീള ചിത്രത്തിൻ്റെ എല്ലാ അകമ്പടിയോടുകൂടിയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഇത്? ആ ഒരു അത്തരത്തിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, ഒരു മുഴുനീള സിനിമയുടെ രീതിയിലേക്ക്? പാഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഫണ്ടിങ് അല്ലെങ്കിൽ സ്റ്റുഡിയോ സെറ്റപ്പ്, CGI ഗ്രാഫിക്സിനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പാഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുടങ്ങിയത് ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ്, ചെറിയൊരു ഫിലിമായിട്ട് തുടങ്ങി. ചെയ്തു വന്നപ്പോഴത്തേക്ക് പ്രിവ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കാണിച്ചപ്പോഴത്തേക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടി. അപ്പോൾ നമ്മൾ നോക്കി, എന്തായാലും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല അമേരിക്കയിൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോർട്ട് ഫിലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവിടെ പറയാൻ ഒരു ലോങ് ലിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഷോർട്ട് ഫിലിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് കൂടി ചേർന്ന് നോക്കിയപ്പോഴത്തെ അവർ പറഞ്ഞു, ഈ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്കൊരു ഫീച്ചർ ക്വാളിറ്റി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ കഴിയും. പക്ഷേ ഇന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യണം, നിങ്ങൾ റിസർച്ച് ചെയ്യണം. അപ്പോൾ ഫിലിം ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഡയറക്ടർ വിജിൽ ബോസ് അദ്ദേഹം ഒരു 3 മാസത്തോളം റിസർച്ച് ചെയ്തു. ഏതൊക്കെ ക്യാമറ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ലൊക്കേഷൻസ് നമ്മൾ കാണണം, CGI ഗ്രാഫിക്സ് ഉപയോഗിക്കാനുള്ള സോഫ്റ്റ്വെയർ ഏതൊക്കെ വാങ്ങിക്കണം, പിന്നെ ലൈറ്റിങ്ങിനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാനിങ് സ്റ്റേജ് ഒരു 3 മാസത്തോളമെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. പിന്നെ എങ്ങനെയാണ് നമ്മളത് പ്രചരിപ്പിക്കേണ്ടത്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷോർട്ട് ഫിലിം പ്രചരിപ്പിക്കേണ്ടത്, ഏതൊക്കെ ഫിലിം ഫെസ്റ്റിവലിൽ സബ്മിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു 6 മാസത്തോളം എല്ലാ വീക്കെൻഡുകളിലും ശനി ഞായറുകളിൽ മാത്രം എടുത്ത ഒരു ചിത്രമാണിത്. ഒരുപാട് എഫേർട്ടും പ്രിപ്പറേഷനും ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം നിങ്ങൾ ഈ സിനിമയിൽ കാണുന്നത്. തീർച്ചയായും അത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ ഉള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് നിരവധി പുരസ്കാരങ്ങൾ ഫോൾസിനെ തേടിയെത്തിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് തീർച്ചയായും പാഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കതിനെ അത്രയും ഡെപ്തിലേക്ക് ഇറങ്ങി അതിനെ ആ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കതിൻ്റെ പ്രൊമോസിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിനോടൊപ്പം തന്നെ അമേരിക്കൻ മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു അത്ഭുതം തോന്നും. കാരണം അമേരിക്കയിലുള്ളവരൊക്കെ ഇത്തരത്തിലൊരു ഹ്രസ്വ ചിത്രത്തിലേക്ക്, കാരണം വളരെ തിരക്കേറിയ ഒരു ജീവിതമാണ് എപ്പോഴും അവരുടേത്. ഈ തിരക്കുകൾക്കിടയിലേക്കും എങ്ങനെയാണ് ഒരു ഹ്രസ്വ ചിത്രത്തിലേക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അമേരിക്കൻ മലയാളി എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും ജോലിയിലേക്കാണ് സാധാരണഗതിയിൽ, ബിസിനസ്, ജോലി, ബാക്കിയുള്ളതിനൊന്നും സമയം കിട്ടാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പാഷൻ, നമ്മുടെ സിനിമകൾ കണ്ടു വളർന്നൊരു തലമുറയാണല്ലോ നമ്മളെല്ലാവരും. മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെയുള്ള അനേകം നായകന്മാരും നായികമാരും അഭിനയിച്ച ചിത്രങ്ങൾ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു 20 വർഷത്തോളമായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇതുപോലെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളതൊക്കെ ഒന്ന് ത്യജിച്ചിട്ട്
വീക്കെൻഡുകൾ, ഒരു 6 മാസത്തേക്കുള്ള വീക്കെൻഡുകൾ ഇതിലോട്ട് ഡിവോട്ട് ചെയ്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടൊരു പ്രയോജനം കൂടെ ഉണ്ടായി. നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റുള്ള മലയാളികളും ഇതിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പലരും ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് പിന്നെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്ന കേരളത്തിലുള്ള പ്രേക്ഷകരത് കാണണം. കുറച്ച് ക്വാളിറ്റി വ്യത്യാസങ്ങൾ കാണാം. തീമിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഇതൊരു പ്രചോദനമായിട്ട് വന്നിട്ടുണ്ട് മറ്റുള്ള എല്ലാവർക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു വികാരം എന്ന് പറഞ്ഞാൽ പാഷനാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതെങ്ങനെ പ്രകടിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യമാണ് ഈ ഷോർട്ട് ഫിലിമുകളായിട്ട് ഇപ്പോൾ വരുന്നത്. മിക്ക ഷോർട്ട് ഫിലിംസിന് ഇപ്പോൾ അവാർഡുകൾ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ക്വാളിറ്റി നല്ല തന്നെയാണ്. പക്ഷെ ഒരു അമേരിക്കൻ തീമിലായിരിക്കും. അപ്പോൾ അതിനെ ഇവിടെയുള്ള പ്രേക്ഷകർ കണ്ടിട്ട് പിന്നെ എൻകറേജ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. പക്ഷേ ഒരു നല്ലൊരു ത്രൈവിംഗ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം കൾച്ചർ അമേരിക്കയിൽ നിന്ന്, അത് മലയാളി കൾച്ചർ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഫിലിം ഫോൾ എന്നുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എടുത്തിരിക്കുന്നത്, മലയാളം ലാംഗ്വേജിലല്ല. ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്പാനിഷ് വേർഷൻ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. വേർഷനല്ല, ഡബ്ബിങ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് ഈ സിനിമയ്ക്ക് യൂറോപ്പിലും പിന്നെ സൗത്ത് അമേരിക്കയിലും കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടിയെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്താണ് കാരണം എന്നറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ അവരെ പോലെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം, സൗത്ത് അമേരിക്കക്കാരെ പോലെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കക്കാരല്ലാതെ ഒരു അമേരിക്കൻ ഫിലിമിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം. എന്താണെന്നറിയില്ല, നല്ലൊരു അക്സെപ്റ്റൻസ് അവിടെയുള്ള ഏരിയയിൽ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും വലിയൊരു അംഗീകാരം തന്നെയാണ് ഫോൾസ് എന്ന ഹ്രസ്വ ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബ വിശേഷങ്ങളിലേക്ക് കൂടി ഒന്ന് കടക്കുകയാണ്. ഹ്രസ്വചിത്രം അല്ല എന്തായാലും മേഖല, അല്ലെങ്കിൽ സിനിമയല്ല മേഖല എന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിലുള്ള ഒരു പ്രൊഫഷൻ അത് എന്താണ്? ഞാൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു IT പ്രോഗ്രാം മാനേജറാണ്. അപ്പോൾ അവിടെയുള്ള സൈബർ സെക്യൂരിറ്റി, ഇപ്പോൾ അതാണല്ലോ ഏറ്റവും വലിയ ഒരു വിഷയം. സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാംസ് പിന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാം മാനേജറാണ്, IT-യിലാണ്. അപ്പോൾ അതാണ് എൻ്റെ അന്നം തരുന്നത്, അത് തന്നെയാണ്. പിന്നെ പാഷൻ ഇപ്പോൾ സിനിമയാണ്. പിന്നെ ഫാമിലി ഉണ്ട്. അതായത് വാഷിങ്ടൺ DC എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഭാര്യ അർച്ചന, തമ്പി, 2 കുട്ടികളുണ്ട്. അവർ വരുന്നതിന് മുമ്പേ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അച്ഛൻ ഞങ്ങളെക്കുറിച്ച് കൂടെ പറയണം. പക്ഷേ എന്തായാലും അവർ, ഒരാളുടെ പേര് മൈത്രേയി, ഒരാൾ മീനാക്ഷി. അവർ 2 പേരും സ്കൂളിൽ പഠിക്കുകയാണ്. അവരുടെ ഹെൽപ്പില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്നുള്ളത് ഉറപ്പാണ്. അതായത് വീക്കെൻഡുകളിൽ ഷോപ്പിംഗ് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മുടെ അമേരിക്കൻ മലയാളിയുടെ ഏറ്റവും വലിയൊരു ഉദ്യമം. പക്ഷേ ആ സമയങ്ങളിൽ 6 മാസത്തോളം ഇതൊന്നും ചെയ്യാതെ എനിക്ക് പോകാൻ കഴിഞ്ഞത് അവരുടെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അത് എൻ്റെ മാത്രമല്ല, ഈ ചിത്രത്തിൽ പ്രവർത്തിച്ച എല്ലാ മലയാളികളും, ഇതൊരു മലയാളി ചിത്രമാണ്, എല്ലാവരുടെയും വീടുകളിൽ ഇത് തന്നെയായിരുന്നു കാര്യം. ഒന്നിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവ് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അല്ലാതെ തന്നെയുള്ള ഹെൽപ്പുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. കുടുംബം വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ചിത്രം ഉണ്ടായിരിക്കുന്നത് എല്ലാവരുടെയും കാര്യത്തിൽ. അത് പറയുന്നതിൽ വളരെ 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 സന്തോഷമാണ്. തീർച്ചയായും ജിജു നായർ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്, അത് ഏത് മേഖലയിലാണെങ്കിലും നമ്മളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഒന്നുകൂടി തന്നെയാണ്. ജിജു പറഞ്ഞതുപോലെ തന്നെ വീക്കെൻഡുകളൊക്കെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വയ്ക്കുമ്പോഴും ഈ ഒരു പാഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്തരമൊരു പാഷൻ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഇൻ്റർനാഷണൽ ലെവൽ, അന്തർദേശീയ ലെവലിലെല്ലാം എത്തിയിട്ടുള്ളൊരു ഹ്രസ്വ ചിത്രമാണ്. നാളെ മലയാള സിനിമയിലേക്കൊക്കെ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും എങ്ങനെയാണ് അതിനെ? 2 കൈ കൊണ്ട് സ്വീകരിക്കും. പക്ഷേ മലയാളം ചലച്ചിത്ര വേദി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വലുതാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ എത്തി നോക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുകയും എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ റോൾ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഫീച്ചർ ഫിലിം പ്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ റിട്ടേൺസ്, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ, ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണെന്ന് നല്ലപോലെ അറിയാം. വാഷിങ്ടൺ DC ഒരു കാര്യം കൂടെ പറയട്ടെ. വാഷിങ്ടൺ DC നിന്ന് തന്നെ 1-2 വളരെ പ്രശസ്തരായ സംവിധായകരും പ്രൊഡ്യൂസർമാരും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനെക്കുറിച്ച് അത് വളരെ അവരുടെ നിന്ന് കേട്ട ചില കാര്യങ്ങളനുസരിച്ച് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അനുസരിച്ചാണല്ലോ വലിയ വലിയ ചിത്രങ്ങൾ ചെയ്യുന്നത്. എന്നാൽ പോലും ഒരു ചെറിയൊരു റോൾ കിട്ടുകയാണെങ്കിൽ 2 കൈയും
നീട്ടി സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തീർച്ചയായും അത് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരികയായിരുന്നു. ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹ്രസ്വ ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ആരെയായിരുന്നു റോൾ മോഡലാക്കാൻ ശ്രമിച്ചിരുന്നത്, അല്ലെങ്കിൽ മനസ്സിലേക്ക് ഓടി വന്നിരുന്നൊരു നായകൻ അതാരായിരുന്നു? അതൊരു വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു നായക പരിവേഷമുള്ള ഒരു ചിത്രമല്ല. ഇതിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. മേക്കപ്പ് ചെയ്തൊരു മഞ്ജു എന്നൊരു പാഷനുള്ള ഒരു കുട്ടിയാണ് മേക്കപ്പ് ചെയ്തത്. ഞാൻ എല്ലാ ദിവസവും ചെല്ലുമ്പോഴത്തേക്ക് എന്നെ മേക്കപ്പ് ചെയ്യുന്നതിന് മേക്ക് ഡൗൺ ചെയ്യുമായിരുന്നു. അതായത് സെറ്റിലിട്ട് ചെല്ലുമ്പോഴത്തേക്ക് കരി വാരി തേക്കുന്ന ഒരു ഇതായിരുന്നു, അനുഭവമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിൽ മേക്കപ്പില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വഴി പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ മുഖത്ത് കറുപ്പ് തേക്കുക, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും കറുപ്പ് തേക്കുക, മുടി പാറി ഇടുക, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ ക്യാരക്ടറിലുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇതൊരു മെയിൻ ക്യാരക്ടർ ആണെങ്കിലും എന്നെ മേക്ക് ഡൗൺ ചെയ്യുകയാണല്ലോ, അതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആ രീതിയിലോട്ട് വന്ന് ചേർന്നിരിക്കുന്നത്, അത് ഇത്ര റെക്കഗ്നിഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ റോൾ മോഡൽ നല്ല ക്വസ്റ്റ്യനാണ്. പ്രത്യേകിച്ചും റോൾ മോഡലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ കണ്ട് വളർന്ന നായകന്മാരും അവരുടെ പരിവേഷങ്ങളൊക്കെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. ജേസൺ ബോൺ ഐഡൻറ്റിറ്റി എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ്. കുറച്ച് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചതിൻ്റെ ഒരു അനുഭവം മനസ്സിലുണ്ടായിരുന്നു. അതിലെപ്പോഴും നായകനെ വേട്ടയാടപ്പെടുന്ന ഒരു പ്രതീതിയാണ് അതിലുള്ളത്. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ഒരു പ്രത്യേക ഒരു നായകനെ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അത് ഉദ്യമിക്കുന്നത് തന്നെ തെറ്റായിരിക്കും. പക്ഷേ അവരുടെയൊക്കെ നമുക്ക് കണ്ട് പരിചയിച്ച എല്ലാ നായകന്മാരുടെയും അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രതിച്ഛായ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അത് വെളിയിൽ വന്നിരിക്കാം എവിടെയെങ്കിലുമൊക്കെ. പ്രേക്ഷകർ പറയട്ടെ. തീർച്ചയായും മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ഒരു പ്രമോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെ കുട്ടികളും വൈഫും ഒക്കെ കണ്ട് കഴിഞ്ഞിരിക്കും. അപ്പോൾ അവർ എങ്ങനെയാണ് പ്രതികരിച്ചത്? വൈഫിൻ്റെയും കുട്ടികളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വളരെ നല്ല ചോദ്യമാണ്. പിന്നെയും എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ഏറ്റവും വലിയ ക്രിട്ടിക്സ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ആരടുത്ത് ചോദിച്ചാലും മനസ്സിലാവും. അപ്പം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയും കുട്ടികളും പറഞ്ഞു, അച്ഛാ ഇങ്ങനെയാണോ അഭിനയിച്ചിരിക്കുന്നത്? എൻ്റെ അടുത്ത് 2 പ്രാവശ്യം ചോദിച്ചു. പിന്നെ അത് അങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ അവരുടെ മനസ്സിൽ അവർ വളരെ അഭിമാനം കൊള്ളുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നമ്മുടെ ഒരു മലയാളി കൾച്ചർ അങ്ങനെയാണല്ലോ, നമ്മൾ സെൽഫ് ക്രിട്ടിക്സാണ്. നമ്മുടെ തന്നെ വർക്ക് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ അഭിനയിച്ച് ശരിയായില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിൽ അഭിനയിക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ നോക്കി പഠിക്കൂ എന്നൊക്കെ പല കാര്യങ്ങളും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിമിറ്റേഷൻ അനുസരിച്ച് നമുക്ക് സാധിക്കുന്നതല്ലേ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഇൻപുട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത സിനിമയിലേക്ക്, ഞങ്ങളുടെ ഇത് ഫീച്ചർ ഫിലിം ആക്കുമ്പോൾ, ഇപ്പോൾ ഷോർട്ട് ഫിലിമാണ്, ഫോൾ ഫീച്ചർ ഫിലിം ആക്കുമ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വ്യത്യാസങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ വളരെ കൺസ്ട്രക്റ്റീവായിരുന്നു എൻ്റെ ഫാമിലിയുടെ ഫീഡ്ബാക്ക്. തീർച്ചയായും ജിജു നായരുടെ ആഗ്രഹം പോലെ തന്നെ ഭാവിയിലേക്കൊരു മലയാള സിനിമയിലേക്കൊക്കെ ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ഈ വേളയിൽ ആശംസിക്കുകയാണ്. ഈ 2019 ഒരു പുതുവർഷത്തിൽ വലിയൊരു സിനിമ അത്രയും പാഷനായി കൊണ്ട് നടക്കുന്ന ഒരാളെന്ന നിലയിൽ തന്നെ മലയാളത്തിലേക്ക് ഒരു അവസരം കിട്ടട്ടെ എന്നുകൂടി ഞാൻ